സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപ പോസ്റ്റിട്ടെന്ന പരാതിയിൽ നടൻ വിനായകനെതിരെ കേസെടുക്കാൻ വകുപ്പില്ലെന്ന് പോലീസ്. വിവാദമായ ഫേസ്ബുക്ക് പോസ്റ്റ് കവിത എഴുതിയതാണെന്നാണ് വിനായകന്റെ വിശദീകരണം. നടന്റെ മൊഴി രേഖപ്പെടുത്തി പോലീസ് വിട്ടയച്ചു. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം. ലേബി സജീന്ദ്രൻ, ഇനി തെരഞ്ഞെടുത്ത തെറിക്കവിതകൾ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കാൻ കൂടി വിനായകന് ഉദ്ദേശ്യമുണ്ടോ? കാരണം എഴുതി വെച്ചത് എന്താണ് എന്നത് വിനായകനും അത് വായിക്കുന്നവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണല്ലോ. എന്നിട്ടും വകുപ്പില്ലെന്നാണോ പോലീസ് പറയുന്നത്? ഗുഡ് ഈവനിങ് സുജയ. തീർച്ചയായും വകുപ്പൊന്നുമില്ലെന്നാണ് 1.5 മണിക്കൂർ ചോദ്യം ചെയ്തതിന് ശേഷം കൊച്ചി സൈബർ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇനി മുതൽ സൈബർ ഇടത്തിൽ എവിടെയും വിനായകന്റെ ഇത്തരത്തിലുള്ള അശ്ലീല കമന്റുകളോ അധിക്ഷേപ പോസ്റ്റുകളോ ഒക്കെ കണ്ടാൽ നമ്മൾ കവിതയാണെന്ന് അങ്ങ് വായിച്ചു മനസ്സിലാക്കിക്കൊള്ളണം. അതുതന്നെയാണ് ഇപ്പോൾ സൈബർ പോലീസ് അംഗീകരിച്ചിരിക്കുന്നതും. താൻ ഇത്രത്തോളം നിരന്തരമായി അധിക്ഷേപ വർഷം ചുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറേ നാളുകളായി വിനായകൻ. VS മരിച്ച ദിവസമാണ്. ഇതേ തുടർന്നാണ് ഉമ്മൻചാണ്ടിക്കും അതേ തുടർന്ന് മറ്റു നേതാക്കൾക്കുമെതിരെയൊക്കെ ഇത്തരത്തിൽ അധിക്ഷേപ പോസ്റ്റ് ഇട്ടത്. അതിന് പിന്നാലെ അടൂർ ഗോപാലകൃഷ്ണനൊപ്പം തന്നെ യേശുദാസ് എല്ലാവർക്കുമെതിരെ അധിക്ഷേപ പോസ്റ്റുകൾ നിരന്തരം ഇട്ട് വരികയായിരുന്നു. ഇതെല്ലാം തന്റെ കവിതയാണ് എന്നുള്ള മൊഴിയാണ് ഈ 1.5 മണിക്കൂർ ഇപ്പോൾ കൊച്ചി സൈബർ പോലീസിന് നൽകിയിരിക്കുന്നത്. പോലീസ് ആകട്ടെ ഇതെല്ലാം കേട്ട് വിനായകന്റെ കവിതയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഏതായാലും വകുപ്പൊന്നും ചുമത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കേസെടുക്കാതെ വിനായകനെ തിരിച്ചുവിട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ VSന്റെ സംസ്കാര ദിവസം ഉമ്മൻചാണ്ടിക്കെതിരെയും മറ്റു നേതാക്കൾക്കെതിരെയും പോസ്റ്റ് ഇട്ടതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫാണ് സൈബർ പോലീസിന് പരാതി നൽകിയത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ കേസ് എടുത്തിരിക്കുന്നതും വിനായകനെ ഇന്ന് ചോദ്യം ചെയ്യാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതും. അത് മാത്രമല്ല, ഇതേ തുടർന്ന് നിരവധി പേരാണ് വിനായകനെതിരെ അന്ന് രംഗത്ത് വന്നത്. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് വിനായകൻ ഒരു പൊതുശല്യമാണെന്നും പിടിച്ചുകൊണ്ടുപോയി ചികിത്സിക്കണമെന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതിന് പിന്നാലെ വേണുഗോപാൽ യേശുദാസിനെ അധിക്ഷേപിച്ചതിനെതിരെ വേണുഗോപാൽ അടക്കമുള്ള ഗായകർ രംഗത്ത് വന്നു, ഗായക സംഘടനകൾ രംഗത്ത് വന്നു. ഇത്രത്തോളം പേർ വിനായകനെതിരെ രംഗത്ത് വരുമ്പോഴും സൈബർ പോലീസ് ഇപ്പോൾ വിനായകൻ പറഞ്ഞ കവിത കേട്ട് വിശ്വസിച്ചിരിക്കുകയാണ് സുജയ. ഓക്കെ, അപ്പോൾ ലേബി, വിനായകന് മാത്രമേ ഈ കവിതയുടെ ഇമ്മ്യൂണിറ്റി ഉള്ളൂ, അതോ എല്ലാവർക്കും? ഇനിയിപ്പോൾ ആരെയും അസഭ്യം പറഞ്ഞിട്ട് അത് കവിതയാണെന്ന് പറഞ്ഞാൽ കേസെടുക്കാതെ വിടുമോ പോലീസ്? സുജയ, തീർച്ചയായും ഉയരുന്ന ചോദ്യം ഇതാണ്. കാരണം നിരന്തരം സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ അധിക്ഷേപ വർഷം ചൊരിഞ്ഞിട്ട് അത് ഇത്രത്തോളം സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇത്രത്തോളം പ്രതികരണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ പോലും വിനായകൻ വന്ന് ഈ 1.5 മണിക്കൂർ ഇരുന്നിട്ട് അത് തന്റെ കവിതയാണ് എന്ന് പറഞ്ഞപ്പോൾ വകുപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൈബർ പോലീസ് വിട്ടയച്ചെങ്കിൽ തുടർന്ന് അങ്ങോട്ടും സുജയ പറഞ്ഞതുപോലെ അതിന്റെ ഒരു പരിരക്ഷ ബാക്കിയുള്ളവർക്കും ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഏതായാലും അത് സൈബർ പോലീസ് തന്നെ അതിന്റെ മറുപടി പറയേണ്ടതുണ്ട്. ഇത്രത്തോളം സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രമുഖർക്കെതിരെയും സാധാരണക്കാർക്കെതിരെയും ഒക്കെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് യേശുദാസിന്റെയൊക്കെ പോസ്റ്റിന് പിന്നാലെ ക്ഷമ ചോദിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടു. അതിന് തൊട്ട് പിന്നാലെ മാധ്യമ പ്രവർത്തകർക്കെതിരെ അധിക്ഷേപ വർഷം നടത്തുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ ആർക്കെതിരെയും എന്തും പറയാമെന്നൊരു നിലപാടാണ്. നമ്മുടെ ഒരു പ്രേക്ഷകൻ പറയുന്നു, സുശീൽ കുമാർ പറയുന്നു, നല്ല കവിത, മഹാകവി വിനായകൻ എന്നൊരു സർട്ടിഫിക്കറ്റ് കൂടി കൊടുത്താലും തെറ്റില്ല എന്ന് തോന്നുന്ന കാര്യമാണ്. വിനായകൻ, വേടൻ ഇവരൊക്കെ അങ്ങ് വിലസുകയാണ് എന്ന് പറയുന്നു. പോലീസ് ആ കവിത പാടി പഠിക്കട്ടെ എന്നും ഒരു കമന്റ് വന്നിട്ടുണ്ട്. വേടന്റെ പാട്ടുകൾ പുസ്തകത്തിൽ വന്നതുപോലെ വിനായകന്റെ കവിത പുസ്തകത്തിൽ വരുമോ? അമ്മു ചോദിക്കുന്നു, ഞാനും കുറച്ച് കവിതാ പോസ്റ്റ് ഇടാൻ പോവാണ്. സുജയെക്കുറിച്ചും അരുണിനെ കുറിച്ചും ലേബിയെക്കുറിച്ചും ആൻഡോ സാറിനെ കുറിച്ചും എല്ലാവരെ കുറിച്ചും കവിത എഴുതുമെന്നാണ് പറയുന്നത്. പക്ഷേ വിനായകൻ അധിക്ഷേപിച്ചാൽ വകുപ്പിലല്ലേ, നല്ല നിയമം, ഓടക്കുഴൽ അവാർഡ് കൊടുക്കണമെന്ന് സുശീൽ കുമാർ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതേക്കുറിച്ച് വരുന്ന പ്രതികരണങ്ങൾ. എന്നാൽ ഇതൊരു വിചിത്രമായ ന്യായമായി പോയെന്നാണ് കേട്ടപ്പോൾ ഒരു സാധാരണ പൗരൻ നിലയിൽ എനിക്ക് തോന്നിപ്പോയത്.